Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏലിയാ സ്ലീവ മൂശക്കാലത്തെ 5-ാമത്തെ ഞായറാഴ്ചയും മൂശക്കാലത്തിൻ്റെ 1-ാം ഞായറാഴ്ചയുമായി ഇന്ന് ഇസ്രായേൽ ചരിത്രം മുഴുവനെയും ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ അവതരിപ്പിക്കുന്ന ഉപമയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. മുന്തിരിത്തോട്ടവും മുന്തിരിവള്ളിയും മുന്തിരി ചാറുമൊക്കെ പലസ്തീനായിൽ, ഇസ്രായേലിൽ, വിശുദ്ധ നാട്ടിലെ ഒരു സാധാരണ ദൃശ്യമാണ്. അപ്പോൾ സാധാരണക്കാരുടെ ഈ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ സന്ദേശം അറിയിച്ചിരുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു എന്ന് പറയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഏഷ്യ നിവിയ ഇസ്രായേൽ ജനതയെ മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുമ്പോഴും എല്ലാം ഈ ഒരു പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാനായിട്ട് പുറപ്പെടുന്ന വീട്ടുടമസ്ഥനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈശോ ത്തിലെ ഉപമയെ ആരംഭിക്കുന്നത്. ഈ വീട്ടുടമസ്ഥൻ മിശിഹായാണ്, രക്ഷകനായ നമ്മുടെ കർത്താവായ ഈശോയാണ് എന്നതിന് സംശയമില്ല എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ വ്യത്യസ്ത മണിക്കൂറുകളിൽ അവിടുന്ന് ജോലിക്കാരെ തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ, 1-ാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഹൂദര് സമയം രാവിലെ 6 മണിക്ക്, നമ്മുടെ 6 മണിക്ക് 1-ാം മണിക്കൂറും, അടുത്ത യാമത്തിൽ 9-ാം മണിക്കൂറിൽ അത് 3-ാം മണിക്കൂറും, നമ്മുടെ 12 മണിക്ക് 6-ാം മണിക്കൂറും, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 9-ാം മണിക്കൂറും, പിന്നെ വൈകുന്നേരം 6 മണിക്ക് 12-ാം മണിക്കൂറും ഒക്കെ ആയിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആദ്യ മണിക്കൂറിൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിളിക്കപ്പെടുന്നവർ, അത് ലോകചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെയുള്ള ആദാമും നോഹയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് പിതാക്കന്മാർ പറയും. അതായത് ദൈവത്തിൻ്റെ ഈ വയലിലേക്ക്, മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കുന്ന, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിന്, പ്രമാണങ്ങൾ അവിടുന്ന് കാട്ടുന്ന പ്രമാണങ്ങളുടെ വഴി നടക്കുന്നതിന് വിളിക്കപ്പെട്ടതിൽ ആദ്യ മണിക്കൂറിൽ വിളിക്കപ്പെട്ടവർ ആദവും നോഹയും ഒക്കെയുമാണ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ആദമാണെന്ന് പറയും. 3-ാം മണിക്കൂറിലാണ് നോഹയെ പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിലെ സിറിലാണ് ഈ വ്യാഖ്യാനം നൽകുന്നത്. ആദ്യത്തെ മണിക്കൂറിൽ വിളിക്കപ്പെടുന്നത് ആദമാണെങ്കിൽ 3-ാം മണിക്കൂറിൽ വിളിക്കപ്പെടുന്നത് നോഹയാണ് എന്ന് പറയും. ഇനി 6-ാം മണിക്കൂറിൽ അബ്രാഹത്തെയാണ്. അബ്രാഹത്തിന് ദൈവം നൽകുന്ന ആ പ്രത്യേക സംരക്ഷണവും, അബ്രാഹത്തെ വിളിക്കുകയും അബ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് പരിച്ഛേദനം നിർദ്ദേശിച്ച് നൽകുന്നതുമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ 6-ാം മണിക്കൂറിൽ വിളിക്കപ്പെടുന്ന ആ വേലക്കാരുടെ സ്ഥാനത്ത് അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയായ ഇസ്രായേലിനെയുമാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് കാണുന്നത്. 9-ാം മണിക്കൂറിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ വിമോചകനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത മോശയെയും അതിനുശേഷം വരുന്ന ദാവീദിനെയും ഒക്കെയാണ് 9-ാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടവരായിട്ട് കാണുന്നത്. ഇനി 12-ാം മണിക്കൂറിലല്ല അടുത്തത് പറയുന്നത്. 12-ാം മണിക്കൂർ മിശിഹായുടെ മണിക്കൂറായിട്ട് കണക്കാക്കുകയാണ്. അതുകൊണ്ട് 11-ാം മണിക്കൂറിലാണ്, അതായത് മിശിഹായുടെ വരവിന് തൊട്ട് മുൻപുള്ള ആ കാലത്ത് ജീവിച്ചവർ, അവരുടെ യോഹന്നാൻ മാംദാനായൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ ആണ് ഏറ്റവും അവസാനം വിളിക്കപ്പെട്ടവർ. മിശിഹായെ വഴിയൊരുക്കുന്നതിന്, മിശിഹായെ സ്വീകരിക്കുന്നതിനുള്ള അടുത്ത ഒരുക്കങ്ങൾ നടത്തുന്നതിന്, മിശിഹായെ കാണുന്നതിന്, പുതിയ നിയമത്തിലെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ആ ശമയോൻ ദീർഘദർശിയെ പോലെ മിശിഹായെ കരങ്ങളിൽ എടുക്കുന്നതിന് ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ യോഹന്നാൻ മാംദാനയെ പോലെ, യോഹന്നാൻ്റെ മാതാപിതാക്കളായ സക്രിയായും ഏലീശുവായും പോലെ, അങ്ങനെ ആ മിശിഹായുടെ കാലത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ 11-ാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടവർ എന്ന് സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയുന്നുണ്ട്. ഈ അവസാനം വന്നവർ തുടങ്ങിയാണ് നൽകുന്നത്. മിശിഹായിലൂടെ നൽകപ്പെടുന്ന രക്ഷയും ആ രക്ഷയുടെ സുവിശേഷം, സമാധാനം, അത് ലഭ്യമാകുന്നത് മിശിഹായിലൂടെ, അല്ലെങ്കിൽ മിശിഹ നൽകുന്ന രക്ഷയോട് ഏറ്റവും അടുത്ത് നിന്ന മിശിഹായുടെ കാലത്തോട് ചേർന്ന് നിന്നവർക്കാണ് ഏറ്റവും ആദ്യം രക്ഷ ലഭിക്കുന്നത്. ഈ മിശിഹായുടെ വരവോടുകൂടിയാണ്
ആദം മുതലുള്ള നീതിമാന്മാരായിരുന്നവർക്ക്, ആദമാകട്ടെ, നോഹയാകട്ടെ, അബ്രാഹമാകട്ടെ, മൂശയാകട്ടെ, ദാവീദാകട്ടെ ഒക്കെ രക്ഷിക്കപ്പെടുന്നത് സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവം അയച്ച ദൈവപുത്രനായ രക്ഷകനായി വന്ന മിശിഹായിലൂടെ തന്നെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് രക്ഷയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന്, ഏറ്റവും ആദ്യം ഇതിൻ്റെ പ്രതിഫലം സ്വീകരിക്കുന്നതിന് അർഹത ലഭിച്ചത് ഈ അവസാനം വിളിക്കപ്പെട്ട മിശിഹായുടെ കാലത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും സഭാപിതാക്കന്മാർ പറയും. അപ്പോൾ അവർക്ക് ലഭിച്ച അതേ അനുഗ്രഹം തന്നെയാണ് ഇതിനു മുൻപ് ജീവിച്ചവർക്കും ലഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുമ്പ് വിളിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഒരു പ്രത്യേക ആനുകൂല്യം ഉണ്ടാകുന്നില്ല. കാരണം മിശിഹായിലൂടെ നൽകപ്പെടുന്ന രക്ഷ അതിലും വലിയൊരു ഭാഗ്യം ആർക്കും ഉണ്ടാകാനില്ല. അത് ആദ്യം വന്നവരാണെങ്കിലും അവസാനം വന്നവരാണെങ്കിലും ഇവർ ഒറ്റ രക്ഷയാണ്, ഏകരക്ഷകനാണ് അവിടെ രക്ഷ. അത് മതി മനുഷ്യർക്ക്, അതിനപ്പുറം ഒന്നും ആവശ്യമില്ല. മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ ഒരു രക്ഷയിൽ, അവിടെ നിന്ന് നൽകുന്ന രക്ഷയിലുണ്ട്. അതുകൊണ്ട് നേരത്തെ വന്നവരാണ്, കൂടുതൽ അധ്വാനിച്ചവരാണ്, കഠിനാധ്വാനം, ക്ലേശങ്ങൾ സഹിച്ചവരാണ് എന്നുള്ളത് തീർച്ചയായും അവരെ ദൈവം നൽകുന്ന രക്ഷയ്ക്ക് പ്രതിഫലത്തിന് അർഹരാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യം ഒന്നിൻ്റെയും ആവശ്യമില്ല. അവസാനം ഈ പറയുന്ന ഒരേപോലെയാണ് കിട്ടുന്നതെങ്കിലും അത് രക്ഷ ലഭിക്കുന്നത് കൊണ്ട് അതിലും വലിയ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുതന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം എന്ന് സഭാപിതാക്കന്മാർ പറയും. പുതിയ നിയമത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ അവസാന മണിക്കൂറിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് രക്ഷയുടെ കാലത്ത് തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. ഈ 11-ാം മണിക്കൂറിലാണ്, 12-ാം മണിക്കൂർ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തോടുകൂടി അവിടുന്ന് രക്ഷാപദ്ധതി പൂർത്തിയാക്കുന്ന, ആദത്തിൽ ആരംഭിച്ച് ആ രക്ഷാപദ്ധതി പൂർത്തിയാകുന്നത് മിശിഹായുടെ രണ്ടാമത്തെ വരവോടുകൂടി ലോകാവസാനത്തോടെ. ആദത്തിൻ്റെ സൃഷ്ടിയോടുകൂടിയാണല്ലോ ലോകത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം തന്നെ, ലോക ചരിത്രത്തിൻ്റെ ആരംഭം നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതിന് പൂർത്തീകരണം മിശിഹായുടെ രണ്ടാമത്തെ വരവോടുകൂടിയാണ്. അത് 12-ാം മണിക്കൂറിലാണ്. അപ്പോൾ ആ 11-ാം മണിക്കൂറിൽ, ഈ അവസാന മണിക്കൂറിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്ന് യോഹന്നാൻ ശ്ലീഹായും 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവസാനം വിശ്വസിച്ചവരായ നമുക്കാണ് കർത്താവിൻ്റെ മിശിഹായുടെ ദാനമായ അരൂപിയെയും അരൂപിയിലൂടെ ലഭിക്കുന്ന കൃപാവരവുമൊക്കെ ലഭിക്കുന്നത് എന്ന് അലക്സാണ്ട്രിയയിൽ സിറിൽ സഭാപിതാവ് പറയുന്നുണ്ട്. നമ്മളെ ദൈവമക്കളാക്കുന്ന ആ ദൈവത്തിൻ്റെ അരൂപി നമുക്ക് ലഭിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവമക്കളാക്കുന്ന ആ ദൈവത്തിൻ്റെ അരൂപി, ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കർത്താവിൻ്റെ റൂഹായെ നമുക്ക് ലഭിക്കുന്നു. ക്രിസോസ്തോം പിതാവ് ഈ വ്യത്യസ്ത സമയങ്ങളിൽ വിളിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുമ്പോൾ അത് വിളി ലഭിക്കുന്നവരുടെ അല്ലെങ്കിൽ വിളി സ്വീകരിക്കുന്നവരുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ആ സമയത്തിൻ്റെ വ്യത്യാസമെന്ന് വേറൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഒരേ വചനത്തിന് തന്നെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അത് ദൈവം തന്നെ അതിനാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയും, ഉദാഹരണത്തിന് ഈശോയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് സാവൂളെങ്കിലും പൗലോസെങ്കിലും അദ്ദേഹം മിശിഹായെ തിരിച്ചറിയുന്നത് മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങൾക്ക് ശേഷമാണ്. ദമാസ്കസിനുള്ള വഴിയിൽ വെച്ചാണല്ലോ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ സമയം വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. അവസാനം വിളിക്കപ്പെടുന്ന അത് ഈശോയുടെ കാലത്താണ്. അദ്ദേഹം സമകാലികനായിരുന്നു ഈശോയുടെ, എങ്കിലും അദ്ദേഹത്തിന്, പൗലോസിന് ഈശോയെ കൂടെ നടക്കുന്നതിനോ അവിടുന്ന് വിശ്വസിക്കുന്നതിനോ ഭാഗ്യം ലഭിച്ചില്ല. നല്ല കളന് മറ്റൊരുദാഹരണം ക്രിസോസ്തോം പിതാവ് പറയുന്നത്, നല്ല കളന് അവസാന നിമിഷമാണ്, കുരിശിൽ കടന്നുകൊണ്ടാണ് മിശിഹായെ തിരിച്ചറിയുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനുമൊക്കെ ഇടയായത് എന്ന് പറയുന്നുണ്ട്. മഹാനായ ഗ്രിഗരിയുടെ അഭിപ്രായത്തിൽ മിശിഹായ്ക്ക് മുൻപ് ജീവിച്ച നീതിമാന്മാർക്ക് മിശിഹായുടെ വരവിന് ശേഷം മാത്രമേ പർദീസായിൽ പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. മിശിഹായാണ് ഈ പ്രവേശനം സാധ്യമാക്കിയത്. രക്ഷ സാധിക്കുന്നത് അത് ഏത് കാലത്ത് ജീവിച്ചിരുന്നവരായാലും മിശിഹായിലൂടെയാണല്ലോ രക്ഷ പ്രാപിക്കുന്നത്. അതാണ് സൂചിപ്പിക്കുവാനാണ് ഈ അവസാനം വന്നവർക്കും ഒരുപോലെയുള്ള റിവാർഡ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് എന്നും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ചെയ്തികളെല്ലാം കർത്താവ് നമുക്കായി ചെയ്തിട്ടുള്ള, അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകത്തിൻ്റെ മിശിഹായുടെ വരവും ലോകാവസാനം വരെയുള്ള കാലത്ത് കർത്താവ് നമുക്കായി ചെയ്തിട്ടുള്ള, ആലാഹ നമുക്കായി ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ, മഹനീയ കൃത്യങ്ങളെല്ലാം കാണുന്നവയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് മൂശ തന്നെ നിയമാവർത്തന പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ പറയുന്നതാണല്ലോ നമ്മൾ ആദ്യത്തെ വായനയിൽ കേൾക്കുന്നത്. അപ്പോൾ എക്കാലവും ആലാഹായായ കർത്താവായി അവിടുന്ന് സ്നേഹിക്കുകയും അവിടുത്തെ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും കൽപ്പനകളുമെല്ലാം പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മിശിഹായിലൂടെ രക്ഷ ലഭിക്കും. അവിടുന്ന് നൽകുന്ന രക്ഷ അത് നമുക്ക്
ലഭിക്കും. അതുവഴി നമ്മൾ ശക്തി പ്രാപിക്കും, വാഗ്ദാന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയും ചെയ്യുമെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് വാഗ്ദാന ദേശം എന്ന് പറയുന്നത് സ്വർഗീയ യെരൂശലേമാണ്. അത് നമുക്ക് സാധ്യമാകുന്നത് മിശിഹായുടെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിലാണ്. ആ ആഗമനമാണ് ഈ ഏലിയ സ്ലീവ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത്. യെശയ്യാ നിവിയ 40-ാം അധ്യായത്തിലെ പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ കർത്താവ് എത്രയോ അതുല്യനാണ്, മഹനീയനാണ് എന്ന് വ്യക്തമാക്കുന്ന അത്ഭുതകരമായ അവിടുത്തെ പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൈക്കുമ്പിളിൽ ആഴിയെ ഒതുക്കി നിർത്തുന്നവനല്ലേ അവിടുന്ന്. ആകാശത്തെ ചാൻ കൊണ്ടും ഭൂമിയിലെ പൊടിയെല്ലാം അളവ് പാത്രത്തിലും തിട്ടപ്പെടുത്തുന്നവനല്ലേ അവിടുന്ന്. പർവ്വതങ്ങളെ വെള്ളിക്കോലിലും കുന്നുകളെ തുലാസിലും തൂക്കുന്നവനല്ലേ. അവിടത്തേക്ക് സമനായി ആരുണ്ട്? ആരോട് അവനെ താരതമ്യപ്പെടുത്തുമെന്ന് യെശയ്യാ നിവിയ ചോദിക്കുമ്പോഴും കർത്താവിൻ്റെ ആ അതിശ്രേഷ്ഠതയാണ്, അതുല്യമായ മാഹാത്മ്യമാണ് വ്യക്തമാക്കുന്നത്. ഈ ഭാഗ്യം ലഭിച്ചവരുടെ നമ്മുടെ ഈ അവസാന മണിക്കൂറിൽ മിശിഹായുടെ കാലത്ത് ജീവിക്കുന്നതിന്, മിശിഹായുടെ ആദ്യത്തെയും രണ്ടാമത്തെയുമായ വരവിന്, മനുഷ്യാവതാരത്തിനും രണ്ടാമത്തെ മഹത്വപൂർണ്ണമായ ആഗമനത്തിനും ഇടയിൽ ജീവിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ ഭാഗ്യം ലഭിച്ച നമ്മെക്കുറിച്ചാണ് പൗലോസ് കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലോ. കൊരിന്തോസുകാർക്കുള്ള ലേഖനം 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നമ്മൾ മിശിഹായ്ക്കുള്ള പരിമള ദ്രവ്യമാണ്, ദൈവത്തിനുള്ള മിശിഹായുടെ പരിമളമാണ് എന്ന് പറയുമ്പോൾ, എല്ലാ ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹായും പറയുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളമാണ്, അല്ലെങ്കിൽ സൗരഭ്യമാണെന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ ജീവനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മിശിഹായിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവിക ജീവനിൽ പങ്കാളികളായി കഴിഞ്ഞിരിക്കുന്നു. ഈ ജീവനിൽ നിന്ന് പരമമായ നിത്യമായ ജീവനിലേക്ക്, ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക്, ദൈവത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് എന്നും ജീവിക്കുന്നതിന്, മാലാഖമാരുടെ വിശുദ്ധരോടൊപ്പം ജീവിക്കുന്നതിനുള്ള ആ മഹാഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ആ മിശിഹായുടെ സൗരഭ്യമാണ്, പരിമളമാണ് നമ്മളെന്നാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭാംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതും ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമെല്ലാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ കാലത്ത് തന്നെ ജീവിക്കുന്നതിന്, ഈ അവസാന മണിക്കൂറിൽ ജീവിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച നമ്മുടെ ആ വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ അതുല്യമായ മഹത്വം ദർശിക്കുന്നതിന്, കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ദൈവപുത്രനായ മിശിഹായിലൂടെ തന്നെ കേൾക്കുന്നതിന് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ അവസാന മണിക്കൂറിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ വിളിക്ക് അനുസൃതമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ രക്ഷയെക്കുറിച്ചുള്ള നന്ദി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവിടുന്ന് നൽകുന്ന ഈ രക്ഷ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമുക്ക് പകർന്നു നൽകുവാനും ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.